ബെലില്ല സ്കൂൾ എന്നുള്ള രീതിയിൽ ഇറ്റലിയിൽ നടത്തിയിരുന്ന അതേ സംഗതിയാണ്, മുസോളിനി നടത്തിയിരുന്ന സംഗതിയാണ്. ആ സംഗതിയാണ് ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഈ ബ്രാഹ്മണിസത്തിന് പുറത്ത് ബ്രാഹ്മണിസത്തെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെഹ്റു വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതി ചേർത്തു. അവസാനം ഇതൊക്കെ എഴുതി ചേർത്ത് സമ്മതിച്ചിട്ടാണ് നെഹ്റു ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല, ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യത്തിൽ പ്രാക്ടീസ് ഇല്ല എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ എലക്ഷൻ നടക്കും, ഈ പ്രോസസ്സൊക്കെ നടക്കും. കാരണം ഈ പ്രോസസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രോസസ്സിനൊക്കെ നിയമമുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താ, നമ്മുടെ ഭരണഘടന 3 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, 3 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. ഒന്ന് സമത്വം, ഒന്ന് സ്വാതന്ത്ര്യം, ഒന്ന് സാഹോദര്യം. ഇത് 3ഉം ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇല്ല. ഒന്നും ചെയ്യാനില്ലാത്ത ഈ യുവത്വത്തെ, ഒരർത്ഥത്തിൽ ഒരു മുന്നോട്ട് പോവാൻ കഴിയാത്ത ഒരു യുവത്വത്തെ എങ്ങനെയാണ് അവർ ഗ്രാബ് ചെയ്തതെന്ന് എനിക്കറിയാം. കാരണം യുവത്വത്തിന് വലിയ തരത്തിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പ്രവർത്തിക്കാനുള്ള ആവേശമുണ്ട്. ഈ പ്രവർത്തിക്കാനുള്ള ആവേശത്തെ ഒരു തരത്തിൽ അക്രമം ആക്കി മാറ്റാതിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വലിയ വിവേകങ്ങൾ കയറ്റി വിടുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തൊരു ആശയതലം സജീവമായിട്ട് നിൽക്കുമ്പോൾ ഇതുമായി തട്ടിച്ചു നോക്കിയിട്ടാണ് ആ യുവശക്തി ഒരർത്ഥത്തിൽ പ്രവർത്തിക്കുക. ഈ ആലോചന തലെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ തരത്തിലുള്ള എനർജിയുള്ള മനുഷ്യരാണ്, യൂത്താണ്, നമുക്ക് പ്രവർത്തിക്കാൻ ഭൗതികമായ കഴിവുണ്ട്. ആ ആൾക്ക് ഒരാലോചനാ ശേഷിയും ഇല്ലെങ്കിൽ മോളിൽ നിന്ന് വരുന്ന ഒരു ആജ്ഞ പെട്ടെന്ന് അത് എടുത്തു ചാടാനുള്ള ഒരു യന്ത്രമായിട്ട് അദ്ദേഹത്തിന് മാറ്റുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഫാസിസ്റ്റുകളാക്കാം. ഇതാണ് ജർമ്മനിയിൽ നടന്നത്, ഇതാണ് ഇറ്റലിയിൽ നടന്നതെന്ന് എനിക്കറിയാം. ഇന്ത്യയിൽ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഈ ശാഖയിൽ നടക്കുന്നത്. ശാഖ എന്ന് പറയുന്ന അവരുടെ ദൈനംദിന ഈ പ്രാക്ടീസിങ്ങിൽ നടക്കുന്നത് എന്താ, ഈ തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ, ഈ തരത്തിലുള്ള അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഐഡിയോളജിക്കൽ സ്കൂളുമായിട്ട് അത് പ്രവർത്തിക്കുന്നു. ബെലില്ല സ്കൂൾ എന്നുള്ള രീതിയിൽ ഇറ്റലിയിൽ നടത്തിയിരുന്ന അതേ സംഗതിയാണ്, മുസോളിനി നടത്തിയിരുന്ന സംഗതിയാണ്. ആ സംഗതിയാണ് ഇവിടെ മറ്റൊരർത്ഥത്തിൽ ഈ ബ്രാഹ്മണിസത്തിന് പുറത്ത് ബ്രാഹ്മണിസത്തെ കേന്ദ്രീകരിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നെഹ്റു വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതി ചേർത്തു. അവസാനം ഇതൊക്കെ എഴുതി ചേർത്ത് സമ്മതിച്ചിട്ടാണ് നെഹ്റു ഇവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലത്തോളം പുറത്ത് നിന്നിട്ടാണ് ഇവർ വീണ്ടും ഈ പ്രവർത്തനാനുമതി നേടുന്നത്. 48 ഫെബ്രുവരി നിരോധിച്ചിട്ട് 49 ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് പ്രവർത്തനാനുമതി കിട്ടുന്നതെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞ ഇന്ത്യയിൽ ആദ്യം നിരോധിക്കപ്പെട്ട ഗാന്ധിവധത്തിന്റെ പിന്നിലെ അന്തരീക്ഷം ഉണ്ടാക്കി എന്ന കാരണം പറഞ്ഞ് നിരോധിക്കപ്പെട്ട സംഘടന നിരവധി വലിയ പ്രോസസ്സിൽ കൂടിയാണ് വീണ്ടും തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുന്നതിൻ്റെ കാരണം നെഹ്റുവിൻ്റെ ഒരു വലിയ ജനാധിപത്യ ബോധമാണ്. പുതിയതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം, അത് ജനാധിപത്യ രാജ്യം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്ന മനുഷ്യരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിൻ്റെ ഒരു വെരി എസെൻഷ്യൽ സ്പിരിറ്റിനെ അത് റദ്ദാക്കുന്ന പ്രവൃത്തിയാണെന്നുള്ള ബോധ്യം നെഹ്റുവിനുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കുട്ടികളെ ഈ നിരോധനത്തിൻ്റെ പേരിൽ ജയിലിൽ പിടിച്ചിടുന്നതിൽ അർത്ഥമില്ല എന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ തോന്നുന്നുണ്ട്. അവരെ ഒരു ജനാധിപത്യത്തിൻ്റെ പൊളിറ്റിക്കൽ പ്രോസസ്സിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന തോന്നൽ നെഹ്റുവിന് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഒരു നിരോധനത്തിനെതിരായുള്ള ഉത്തരവാണ് കൊടുക്കുന്നത്. നിരോധനം പിൻവലിച്ചുകൊണ്ടുള്ള നെഹ്റുവിൻ്റെ ഉത്തരവും അത് താൽക്കാലികമാണെന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് RSSന് പ്രവർത്തനാനുമതി നൽകുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ അതാത് സ്റ്റേറ്റിനോ സെൻറ്ററിനോ ആവശ്യത്തിനനുസരിച്ച് അതിനെ നിരോധിക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്ന കണ്ടീഷണലായിട്ടുള്ള ഒരു നിരോധന പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് നെഹ്റു നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ആ താൽക്കാലിക ഉത്തരവിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് RSS എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ജനാധിപത്യവാദികളായിരുന്നില്ല. പക്ഷെ ജനാധിപത്യത്തിൻ്റെ പൊയ്മുഖം ഒരു സന്ദർഭത്തിൽ
ഇവിടെ പ്രവർത്തിക്കാൻ ആവശ്യമാണ് എന്ന് കണ്ട് എടുത്തണിയുകയാണ് അവർ ചെയ്തത്. നമ്മൾ തുടർച്ചയായിട്ട് അവരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞത് മനസ്സിലാവും. അവരെപ്പോഴും ഈ പറഞ്ഞ പോലെ ക്രൈസിസ് വരുമ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ പൊയ്മുഖം എടുത്തണിയും. അതേസമയം അവർക്ക് ബലം കിട്ടുന്ന സന്ദർഭത്തിലൊക്കെ അവര് ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ജനാധിപത്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കും, ആത്യന്തികമായി ഇന്ത്യൻ ഭരണഘടനയെ നീക്കി വെക്കാൻ ശ്രമിക്കും. മറിച്ച് ബ്രാഹ്മണിസത്തെ, അതിൻ്റെ ഉള്ളിലെ പ്രത്യേക തരത്തിൽ ഒരു ബ്രാഹ്മണിസത്തെ കേന്ദ്രീകരിച്ച് അതിനെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫാസിസം, ആ പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുത്വ എന്ന് പറയുന്നത്. ഇപ്പം ഹിന്ദുത്വയും ഈ ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ പറ്റാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതേസമയം നമ്മൾ ഈ സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യർ, മതനിരപേക്ഷതയെ വിശ്വസിക്കുന്ന മനുഷ്യർ, അതാണ് ഇന്ത്യയെ നിലനിർത്തുക എന്ന് ആശിക്കുന്ന മനുഷ്യർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യവും, അത് ജനാധിപത്യം ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് നല്ല ഭരണമാണെന്നൊന്നും അർത്ഥമില്ല. ജനാധിപത്യം നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ 49 നവംബർ 26 ഈ ഭരണഘടന സമർപ്പിക്കുമ്പോൾ അംബേദ്കർക്ക് നല്ലവണ്ണം ഇത് അറിയാമായിരുന്നു. അതുകൊണ്ട് അംബേദ്കർ അന്ന് നടത്തിയ അന്തിമ പ്രസംഗങ്ങളിൽ ഒന്നിൽ ഊന്നി പറയുന്നുണ്ട്, നമുക്ക് ജനാധിപത്യത്തിൻ്റെ പ്രാക്ടീസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നാട്ടുരാജ്യങ്ങളിൽ ചെറിയ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. നോമിനേഷനാണ് പലപ്പോഴും നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രജാസഭയിലേക്ക് രാജാവിന് ഇഷ്ടമുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക. അയ്യങ്കാളി ആയാലും കുമാരനാശാനായാലും മറ്റുള്ളവരായാലും ഒക്കെ രാജാവ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ രാജാവിൻ്റെ നോമിനേഷന് പിന്നിൽ ഈ പറഞ്ഞ മാതിരി ജനകീയ വികാരം പ്രവർത്തിക്കുന്നുണ്ട്. അയ്യങ്കാളി വലിയ നേതാവാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രജാസഭയെ കൊണ്ടിരുത്തുന്നത്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ചെറിയ ഇലക്ഷനുകളും പ്രവിശ്യ ഭരണകൂടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സ്വയംഭരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള സ്വരാജ്യം എന്ന് പറയുന്ന ഒരു ആശയമേ ആയിരുന്നില്ല. അത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുള്ള ചെറിയ ചെറിയ ഭരണകൂടങ്ങൾ മാത്രമായിട്ടാണ് അവർ നിന്നിരുന്നത്. അപ്പം അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല, ഇന്ത്യൻ ജനതയ്ക്ക് ജനാധിപത്യത്തിൽ പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിയുമ്പോൾ സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഒരു തെറ്റിദ്ധാരണ, ഈ തെരഞ്ഞെടുപ്പാണ് ഡെമോക്രസി എന്നാണ്. എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കും, എല്ലാവരും പോയി വോട്ട് ചെയ്യും, കൂടുതൽ വോട്ട് കിട്ടുന്ന കക്ഷി ജയിക്കും, അവർ ചേർന്നിട്ട് നേതാവിനെ തിരഞ്ഞെടുക്കും, മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഒക്കെ ആവും. ഈ പ്രോസസ്സൊക്കെ നടക്കും. കാരണം ഈ പ്രോസസ്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രോസസ്സിനൊക്കെ നിയമമുണ്ട്. അപ്പം അത് നടക്കും. അത് നടക്കുമ്പോൾ അതാണ് ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു ടെക്നിക്കൽ പാർട്ട് മാത്രമാണ് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന്, രാഷ്ട്രീയ ജനാധിപത്യം എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഗം. അത് സാങ്കേതികത മാത്രമാണ്. 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് ഒരു സാങ്കേതികതയാണ്. എന്തുകൊണ്ട് 6 കൊല്ലം കൂടെ, എന്തുകൊണ്ട് 4 കൊല്ലം, ഇപ്പം 3 കൊല്ലം എന്നാണല്ലോ ഇപ്പം ഇവർ പറഞ്ഞു. വൺ ഇന്ത്യ 1 ഇലക്ഷൻ പറയുമ്പോൾ ആ കണക്കനുസരിച്ച് 29 ഇലക്ഷൻ നടത്തുന്നതാണ് ഇപ്പോൾ ഡിസ്കഷനിലൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതല്ല ജനാധിപത്യം. അംബേദ്കർ പറഞ്ഞ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ സമൂഹത്തിൽ പല ഗ്രേഡുകളുണ്ട്. ബ്രാഹ്മണൻ മുകളിലാണെന്നുള്ള വിശ്വാസമുണ്ട്, ദളിതർ ഏറ്റവും കീഴേ ഉള്ള ആൾക്കാരാണെന്ന് വിശ്വാസമുണ്ട്, അതിനും അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാരാണ് ആദിവാസി എന്ന് വിശ്വാസമുണ്ട്, സ്ത്രീകൾ പുരുഷരിലേക്കാളും തുല്യത ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിശ്വാസമുണ്ട്, ഹിന്ദി പറയുന്നവർ മലയാളം സംസാരിക്കുന്നവരെക്കാൾ ഭൂരിപക്ഷമുള്ളത് കൊണ്ട് അവരാണ് ഇന്ത്യയിലെ ഭാഗതയെ നിർണ്ണയിക്കുന്നതെന്ന് ഒരു തോന്നലുണ്ടാവുക. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിന് തീരുമാനിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കാര്യം എന്നുള്ള ഒരു സംഗതിയൊക്കെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഗ്രേഡഡ് ആണ് ആ സൊസൈറ്റി, പല വിധാനങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ സൊസൈറ്റീനെ നന്നാക്കി എടുക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്യാതെ ഈ പറയുന്ന വോട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ജനാധിപത്യം പുഷ്കലാവില്ല. കാരണം എന്താ? നമ്മുടെ ഭരണഘടന 3 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, 3 പ്രധാനപ്പെട്ട മൂല്യങ്ങൾ. ഒന്ന് സമത്വം, ഒന്ന് സ്വാതന്ത്ര്യം, ഒന്ന് സാഹോദര്യം. ഇത് 3ഉം ഇന്ത്യൻ സൊസൈറ്റിയിലില്ല. അപ്പോൾ ഇത് ഉണ്ടാവാൻ വേണ്ടി നിരന്തരം പ്രവർത്തിക്കണം, ഇതുണ്ടാവാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യണം. ഈ സ്ട്രഗിളും പോരാട്ടമൊക്കെ നടത്തുമ്പോഴാണ്
സമരങ്ങൾ നടത്തുമ്പോഴാണ് ഒരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക്, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, ഒരു രാഷ്ട്രീയം വരുള്ളൂ. ഈ സമരമൊന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുക, എന്തുണ്ടാവും? സമരമൊന്നും നടക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം പതുക്കെ പതുക്കെ കെടാൻ തുടങ്ങും, ഒരർത്ഥത്തിൽ മരിക്കാൻ തുടങ്ങും. ഇങ്ങനെ മരിച്ച ഒരു സമൂഹവും എന്നാൽ 5 കൊല്ലം കൂടുമ്പോൾ ഇലക്ഷനും ഉണ്ട്. അപ്പോൾ ഈ മരിച്ച സമൂഹത്തിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ എന്ത് സംഭവിക്കും? നിങ്ങളോട് പറയാൻ നിങ്ങൾ ഹിന്ദു ആണ്, അതുകൊണ്ട് ഹിന്ദുത്വം പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ മതം ഉപയോഗിച്ച് നിങ്ങളെ ചലിപ്പിക്കാൻ കഴിയും. തിരിച്ചു ചോദിക്കില്ല. മതമല്ല ഇന്ത്യയിൽ പ്രധാനം. ഇന്ത്യയിൽ 500 കിലോമീറ്റർ എവിടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഭാഷ മാറുന്ന, വേഷം മാറുന്ന, ഭക്ഷണം മാറുന്ന, ആരാധനാ രീതി മാറുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യയിൽ. ഇന്ത്യ എന്ന് വിളിച്ചാൽ അതുകൊണ്ടാണ് ഇന്ത്യയെ ബഹുസ്വര രാജ്യം എന്ന് വിളിക്കുന്നത്. ഈ ബഹുസ്വരത എടുത്തു കളഞ്ഞാൽ ഇന്ത്യ പൊട്ടിപ്പൊളിഞ്ഞ് പല കഷ്ണങ്ങളാവും. ഈ ഇന്ത്യയെ ചേർത്ത് നിർത്തുന്നത് ഈ ബഹുസ്വരതയുടെ ജനാധിപത്യമാണെന്ന് തിരിച്ച് പറയാൻ കേൾപ്പില്ലെങ്കിൽ നമ്മൾ തല കുലുക്കും. ശരിയാണല്ലോ, ഞാൻ ഹിന്ദു ആണല്ലോ, ഹിന്ദു അല്ലേ ഭരിക്കേണ്ടത്. അപ്പൊ കുറച്ച് നേരം പറയാം, അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, മുസ്ലിം അവിടെ നിന്നോട്ടെ, മുസ്ലിമിന് കുറച്ച് ബാക്കി കച്ചവടം നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി പ്രവൃത്തികൾ നടത്തിക്കോട്ടെ, പക്ഷെ രാഷ്ട്രീയം അവരെ കൊണ്ട് തൊടിയിക്കണ്ട, രാഷ്ട്രീയ അധികാരത്തിലേക്ക് അവരെ വരുത്തണ്ട എന്ന് തീരുമാനിച്ചാൽ അത് ശരിയാണെന്ന് പറയാൻ നമ്മളിങ്ങനെ കൈ കെട്ടി നിന്നു കൊടുക്കും. അപ്പോൾ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്, ടെക്നിക്കൽ ഡെമോക്രസി അങ്ങനെ തന്നെ നടക്കുന്നുണ്ട്. ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് എന്ന് വിളിച്ചാൽ തിരിച്ചു ചോദിക്കുക, എന്താ ഞങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുത്തതല്ലേ, ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് തന്നല്ലേ ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ എതിർപ്പും അവിടെ അവസാനിക്കും. ഇതാണ് ആദ്യം തന്നെ അംബേദ്കർ പറഞ്ഞു തന്നത്. നിങ്ങൾ ജനാധിപത്യം എന്ന് വിളിക്കുന്ന ഇതിനെ അല്ല, നമ്മൾ ജനാധിപത്യം എന്ന്, ഈ ഭരണഘടന സോഷ്യൽ ഡെമോക്രസി എന്ന് വിളിക്കുന്ന ഇതിനെ അല്ല, മറിച്ച് എന്തിനാ? ഈ പ്രവർത്തനത്തെയാണ്, ഈ സമൂഹത്തെ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിരന്തരം നവീകരിക്കുന്ന ഈ റീഓർഗനൈസേഷനെയാണ് ഡെമോക്രസി എന്ന് വിളിക്കുന്നത്. ഇതാണ് ജനാധിപത്യം. ഈ പ്രോസസ്സ് നിലച്ചാൽ ജനാധിപത്യം ഇല്ലാതാവും. പക്ഷെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. കാരണം എന്താ? ഇലക്ഷൻ നടക്കുന്നുണ്ട്, വോട്ട് എണ്ണുന്നുണ്ട്. ഇനി വോട്ടിൽ മാനിപ്പുലേഷൻ നടന്നു എന്നുള്ളതൊക്കെ വേറെ കാര്യം, നമുക്കറിയാത്ത കാര്യം പറയണ്ട. പക്ഷെ മാനിപ്പുലേഷൻ നടന്നില്ലെങ്കിൽ പോലും വോട്ട് എണ്ണി ജയിക്കുന്ന ആളുകൾ കസേര കയറിയിരിക്കുന്നു. ജനാധിപത്യമല്ലേ? ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യമല്ലേ? അപ്പം അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ആ ജനാധിപത്യ ബോധം എടുത്തു കളഞ്ഞാൽ, ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ജനാധിപത്യ ബോധം എടുത്തു കളഞ്ഞാൽ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു ഫ്രെയിം മാത്രമാവും, ഒരു ചട്ടക്കൂട് മാത്രമാവും. ഈ ചട്ടക്കൂടിലൂടെ കയറിയിരിക്കാൻ ഏറ്റവും വലിയ ഫാസിസത്തിന് കഴിയും. ഇതാണ് ഏറ്റവും വലിയ, ആ സമയത്ത് ഫാസിസത്തിന് ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് ഇതാണ്, ജനാധിപത്യത്തിൻ്റെ ചട്ടക്കൂട് ഉപയോഗിച്ച് കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം മിണ്ടാൻ പറ്റില്ല. ട്രംപ് എന്ത് മണ്ടത്തരം ചെയ്താലും ട്രംപിനൊരു മറുപടി ഉണ്ട്. എന്താ? എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാ. എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് എന്തിനാ? ഇറാഖിൽ അല്ലെങ്കിൽ ഇറാനിൽ ഇന്ന് ബോംബിടണോ, നാളെ ബോംബിടണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്ത് എനിക്ക് തോന്നാൻ ചെയ്യാനുള്ള അധികാരമാണ് ജനം എനിക്ക് നൽകിയതെന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. നമുക്ക് മറുപടി ഉണ്ടോ? മോഡി എന്താ പറയുക? നാളെ നമ്മുടെ ഈ പറഞ്ഞ പോലെ 1 ഇന്ത്യ 1 ഇലക്ഷൻ കൊണ്ടുവരാണെന്ന് വിചാരിക്കുക. ഹൈപ്പോത്തറ്റിക്കലാണ്, നമുക്കറിയില്ല വരുമോ ഇല്ലയെന്ന്. നമ്മൾ ഇതുവരെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് പറയുന്നതാണ്. അവരുടെ മനസ്സിലിരിപ്പ് അതാണെന്നുള്ളതുകൊണ്ട് പറയാണ്. എന്ത് പറയാൻ പറ്റും? 3-2 ഭൂരിപക്ഷം പാർലമെൻറ്റിൽ ഉണ്ടാക്കിയില്ല. എങ്ങനെങ്കിലും ഉണ്ടാക്കി പ്രതിപക്ഷ കക്ഷികളൊക്കെ കാശ് കൊടുത്ത് വാങ്ങി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ജനാധിപത്യമാണ്. ജനാധിപത്യത്തിലെ പ്രക്രിയയൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് അതിന് പുറത്തുള്ള ഒരു വിഷയം കൂടിയാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയുന്ന ഈ ടെക്നിക്കൽ ഡെമോക്രസിക്ക് പുറത്തുള്ള ഒരു വിഷയം കൂടിയാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്.